നമസ്കാരം. റേക്കി ശാക്തേ ധ്യാനത്തിൻ്റെ ഒരു പുതിയ മേഖലയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ദ്രിയങ്ങൾ ഹൃദയത്തിൽ വിലയം പ്രാപിക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു താമരപ്പൂ വിരിയുന്നു. അങ്ങനെ ഒരു മാർഗത്തിൽ ഇന്ദ്രിയങ്ങൾ അനാഹതത്തിൽ ഹൃദയത്തിൽ വിലയം കൊള്ളുമ്പോൾ നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം. പല രീതികളും സാധ്യമാണപ്പോൾ. നിങ്ങൾ ഒരാളെ സ്പർശിക്കുന്നു, ഹൃദയത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ സ്പർശം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് ചെല്ലുകയും അതിൻ്റെ സവിശേഷത നിങ്ങൾക്ക് അനുഭവവേദ്യമാകുകയും ചെയ്യും. ശിരസ്സിന് പ്രാമുഖ്യം ഉള്ള ഒരു വ്യക്തിയുടെ കൈ നിങ്ങൾ കയ്യിലെടുക്കുമ്പോൾ ആ കൈ തണുത്തിരിക്കും. വെറും തണുപ്പല്ല, സവിശേഷമായ ഒരു തണുപ്പായിരിക്കും. ഒരു പ്രത്യേക ജാഠ്യം ആ കയ്യിന് ഉണ്ടായിരിക്കും. ഹൃദയത്തിനാണ് പ്രാമുഖ്യമെങ്കിൽ അതിന് സവിശേഷമായ ഒരു ഊഷ്മളതയുണ്ടായിരിക്കും. അപ്പോൾ അയാളുടെ കൈ നിങ്ങളോടൊപ്പം അലിയും. അയാളുടെ കയ്യിൽ നിന്ന് എന്തോ നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നതായി തോന്നും. അപ്പോൾ ഒരു സംഗമം, ഊഷ്മളതയുടെ സംവേദനം ഉണ്ടായിരിക്കുകയും ചെയ്യും. റേക്കിയിലെ സ്പർശം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ശബ്ദവും സ്പർശവും അതുപോലെ ദൃശ്യവും ഇത് മൂന്നും പഞ്ചേന്ദ്രിയങ്ങൾക്ക് അധികം ഊന്നൽ നൽകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ റേക്കിയിൽ ഈ സ്പർശത്തിൻ്റെ അനിവാര്യത ആ സമയത്തുണ്ടാകുന്ന ഊഷ്മളമായിട്ടുള്ള പ്രവാഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യം വളരെ നല്ല രീതിയിലായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഊഷ്മളത ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ശിരസ് എപ്പോഴും കുളിരുള്ളതും ശീതളമായതും ദുരാലോചനകൾ നിറഞ്ഞതുമായതിനാൽ ഈ ഊഷ്മളത ഒരിക്കലും അവിടെ നിന്ന് വരില്ല. തലയിൽ നിന്ന് വരുന്ന ചിന്താ തരംഗങ്ങളെല്ലാം തന്നെ ദുഷ്ടലാക്കിൻ്റെ ആവർത്തനങ്ങളായിട്ടാണ് പരിണമിക്കാറ്. ജീവിതത്തിൽ നിന്ന് ഈ ദുഷ്ടലാക്കുകൾ ഒഴിവായി പോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഓരോ സാധകരും ചെയ്യേണ്ടത്. ഹൃദയം ഊഷ്മളവും കണക്കുകൂട്ടലുകൾക്ക് വഴിപ്പെടാത്തതുമാണ്. തല എപ്പോഴും കൂടുതൽ നേടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്നാൽ ഹൃദയം എപ്പോഴും എത്ര കൊടുക്കാമെന്നാണ് വിചാരിക്കുക. ആ ഊഷ്മളത ഒരു ദാനമാണ്. ഊർജത്തിൻ്റെ ആന്തര തരംഗത്തിൻ്റെ ജീവിതത്തിൻ്റെ വരദാനം എന്ന് വേണമെങ്കിൽ അതിനെ നിർവചിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ ഒരു വ്യത്യസ്തതയും സവിശേഷതയുമൊക്കെ അനുഭവപ്പെടുന്നത്. ആ വ്യക്തി ശരിക്കും നിങ്ങളെ ആലിംഗനം ചെയ്യുകയാണെങ്കിൽ അയാളോടൊപ്പം അഗാധമായി നിങ്ങൾ ലയിച്ചു പോകുന്നത് അനുഭവിക്കാം. അതുകൊണ്ട് ഹൃദയത്തിൽ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ ചേർത്ത് നിർത്തുക, എന്നിട്ട് സ്പർശിക്കുക. റേക്കിയിലൂടെ സ്പർശിക്കുക. കണ്ണുകൾ അടച്ച ശേഷം എന്തിനേയും തൊടുക. നിങ്ങളുടെ പ്രിയതമയെയോ കാമുകിയെയോ കുട്ടിയെയോ അമ്മയെയോ സുഹൃത്തിനെയോ അതുമല്ലെങ്കിൽ ഒരു വൃക്ഷത്തെയോ പൂവിനെയോ ഇല്ലെങ്കിൽ വെറും ഭൂമിയെ തന്നെയോ
സ്പർശിക്കുക. കണ്ണുകളടച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭൂമിയിലേക്കോ പ്രേയസിയിലേക്കോ എന്തോ സംക്രമിക്കുന്നത് അറിയുക. നിങ്ങളുടെ ഹൃദയം തന്നെയാണ് ഭൂമിയെ ആ സമയം തൊടാനായി നീളുന്ന കൈ എന്നറിയുക. സ്പർശാനുഭവം ഹൃദയവുമായി ബന്ധപ്പെട്ടതായി അനുഭവിക്കുക. അതാണ് ഏറ്റവും പ്രാമുഖ്യമായിട്ടുള്ളത്. അപ്പോൾ റെയ്ക്കിയിൽ സ്പർശം വളരെ പ്രാധാന്യമുള്ളത് കൊണ്ട് കൈകൾ ഒരു രോഗിയിലോ ഒരു വ്യക്തിയിലോ സ്പർശിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നുള്ള പ്രവാഹത്തിൻ്റെ ഒഴുക്കിനെ മാത്രം ലാക്കാക്കിക്കൊണ്ട് ഊർജത്തെ വിതരണം ചെയ്യുക ആ സമയം. അതുപോലെ സംഗീതം കേൾക്കുമ്പോൾ ശിരസിലിരുന്നല്ല അത് ശ്രദ്ധിക്കേണ്ടത്, തല മറന്നേക്കുക. അതായത് നമുക്ക് കഴുത്തിന് മേലെ തല ഇല്ല എന്നുള്ള ആ ഒരു ശൂന്യബോധത്തിൽ വർത്തിക്കുക. ഒരു തലയില്ലെന്ന് തന്നെ കരുതുക. ശിരസ് എന്നത് ഇല്ലേ ഇല്ല. നിങ്ങളുടെ കിടപ്പുമുറിയിൽ ശിരസില്ലാത്ത നിങ്ങളുടെ ചിത്രം വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഹെഡ്ലെസ് ബോഡി. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഹൃദയം കൊണ്ടാണ് ചിന്തിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് തലയില്ല, തല അവിടെ കടന്നു വരരുത്. സംഗീതം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് കേൾക്കുക. ചെവികൾ തലയോടല്ല ചേർക്കേണ്ടത്, ഹൃദയത്തോട് ചേർന്നിരിക്കട്ടെ. സംഗീതം ഹൃദയത്തിലേക്ക് വരുന്നത് അനുഭവിക്കുക. നിങ്ങളുടെ ഹൃദയം അതിൽ കൊണ്ട് പ്രകമ്പനം കൊള്ളുന്നു ആ സമയത്ത്. അങ്ങനെ പ്രകമ്പനം കൊള്ളട്ടെ. ഇന്ദ്രിയങ്ങൾ ഹൃദയവുമായി ചേർന്നിരിക്കട്ടെ, ശിരസ്സുമായി ചേരാതിരിക്കട്ടെ. ഓരോ ഇന്ദ്രിയവും ഇതുപോലെയാകുന്നത് പരീക്ഷിക്കുക. അതായത് കണ്ണ്, കാത്, ചെവി, മൂക്ക്, നാവ്, പഞ്ചേന്ദ്രിയങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വച്ചിട്ട് ധ്യാനം പരിശീലിച്ചു തുടങ്ങുക. ഓരോ ഇന്ദ്രിയവും ഹൃദയത്തിലേക്ക് പോകുന്നതും അതിൽ ലയിച്ചു ചേരുന്നതും കൂടുതൽ കൂടുതൽ അനുഭവിച്ചറിയുക. അനുഗ്രഹീതനായിത്തീർന്ന നിങ്ങൾ, അനുഗ്രഹീതമായ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ഹൃദയത്തിൽ വിലയിക്കുമ്പോൾ ഉൾത്താമരയുടെ മധ്യത്തിലെത്തുക. അവിടെയാണ് പ്രധാനമായിട്ടുള്ള ഒരു കേന്ദ്രം. നമുക്ക് 3 ലിംഗ ശരീരങ്ങളാണ് ഉള്ളത്. അതുപോലെ സൂക്ഷ്മ ശരീരവും ഷഡാധാര ചക്രങ്ങളും. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് കാലിൻ്റെ പെരുവിരൽ മുതൽ ഉച്ചി വരെ വ്യാപിച്ച് നിൽക്കുന്ന ദൃശ്യഗോചരമായിട്ടുള്ള ഒരു ലിംഗശരീരത്തെയാണ്, അഥവാ ബയോപ്ലാസ്മിക് ബോഡി, ഓറ എന്നൊക്കെ പറയുന്ന ഇതിനെയാണ് സൂക്ഷ്മ ശരീരം, ലിംഗശരീരം എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ വകഭേദങ്ങളായിട്ടാണ് ചക്രങ്ങൾ. അതുപോലെ തന്നെ ഈ ലിംഗങ്ങൾ തന്നെ പല വലിപ്പത്തിലും ആകൃതിയിലും, അത് ലംബദിശയിലും ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നിലകൊള്ളുന്ന ലിംഗങ്ങൾ ശരീരത്തിലുണ്ട്. അപ്പോൾ ഇവിടെ ഈ ലിംഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ജനനേന്ദ്രിയത്തെ അല്ല. അതുപോലെ ശിവലിംഗത്തെ ഈ ജനനേന്ദ്രിയം ആയിട്ട് സങ്കല്പിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ അത് തെറ്റാണത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മളുടെ ഒരു അടയാളമായിട്ടാണ്. ഈ ഭൂമിയിൽ നാം ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന നമ്മളുടെ പൈതൃകത്തിൻ്റെ ഒരു ചിഹ്നമായിട്ടാണ് ലിംഗത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. ശിവലിംഗത്തെയാണെങ്കിൽ തന്നെയും അതൊരു സിമ്പലാണത്. അത് ബ്രഹ്മത്തിൻ്റെ ആ ശക്തി മുഴുവൻ ഒന്നിച്ച് അത് മിനിയേച്ചർ ഫോമിൽ, സൂക്ഷ്മ രൂപത്തിൽ
അടക്കി വച്ചിരിക്കുന്ന ഒരു സ്ഥലം, ഒരു പവർ പ്ലേസ് എന്ന് മാത്രമേ അതിന് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ലിംഗം എന്നുള്ളത് നമ്മളുടെ പിതാവിൽ നിന്ന് വരുന്ന അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. അങ്ങനെ നമ്മളുടെ പിന്നോക്കമുള്ള ഓരോ ജീവിതത്തിൻ്റെയും സമഗ്രതയാണ് ഈ ലിംഗങ്ങളിൽ ചുരുക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ ലോകത്തെവിടെ ചെന്ന് കഴിഞ്ഞാലും ഇതേ രീതിയിലുള്ള ഈ ശിവലിംഗ രൂപികൾ നമുക്കുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അതാണ് നമശിവായ എന്ന് പറയുന്നത്. ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി, ശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി, തീ, വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായു, യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം. അങ്ങനെ ഒരു പ്രപഞ്ചബോധത്തെ, പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ആ പഞ്ചഭൂതാത്മകതയെ സിംബോളിക്കായിട്ട് പ്രതിനിധീകരിക്കുന്ന ഒരു ചെറിയ മിനിയേച്ചർ ഫോമിലുള്ള സിമ്പലാണ് ഈ ലിംഗം. അത് തന്നെയാണ് തത്വമസി, അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി, അയം ആത്മബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു ചെറിയ രൂപത്തിൽ അത് മനുഷ്യന് ദർശിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അതിനെ പ്രത്യേകിച്ച് മറ്റു രീതിയിൽ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 3 ലിംഗങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രധാനമായിട്ട് വർത്തിക്കുന്നത്. അതിനെ കുണ്ടലിനി ശക്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ്രോമലിംഗം അത് നാഭിയിലും, അതുപോലെ ബാണലിംഗം അനാഹതത്തിലും, ഇടഹ്യലിംഗം ആജ്ഞാചക്രത്തിലുമാണ് ഉള്ളത്. അപ്പോൾ ഈ ദ്രോമലിംഗം അഴിഞ്ഞ് അനാഹതത്തിലേക്ക് ബാണലിംഗത്തെ ചലിപ്പിക്കുന്നു. അങ്ങനെ ചലിപ്പിച്ച് അത് ആജ്ഞാചക്രത്തിലെയും ഇടഹ്യലിംഗത്തെയും ചലിപ്പിക്കുന്നു. പിന്നീടാണ് കുണ്ടലിനി ആരോഹണം സഹസ്രാരത്തിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ കുണ്ടലിനി ശക്തിയുടെ ഉണർവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു പഞ്ചഭൂതാത്മകമായ ശരീരത്തിലെ ഈ ഹൃദയം എന്ന് പറയുന്ന അനാഹത ചക്രം അത് സമ്പുഷ്ടമായിരിക്കണം, അത് കലർപ്പില്ലാത്തതായിരിക്കണം, അത് പ്രദാനം ചെയ്യേണ്ടതായിരിക്കണം. അതായത് പുറമേക്ക് എല്ലാം നൽകുന്നതിനുള്ള ഒരു മനപരിവർത്തനത്തിലേക്ക് മനുഷ്യൻ ആയിത്തീരാനുള്ള ഒരു ഉപാധി മാത്രമാണ് അനാഹത ധ്യാനം, അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടുവരുന്ന ധ്യാനത്തിൻ്റെ ഉദ്ദേശം തന്നെ. അപ്പോൾ പ്രകൃതിയിൽ നമുക്ക് ഈശ്വരനെ, ദൈവത്തെ, ഗോഡ്, ബ്രഹ്മം, പരമാത്മ ഇതൊക്കെ തിരിച്ചറിയുന്നതിന് എല്ലാം അതിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് ഉള്ളത്. അത് തന്നെയാണ്, നീ തന്നെയാണ് എന്നുള്ള ആ ഒരു ഏറ്റുപറച്ചിലുകളാണ് ഇവിടെ എപ്പോഴും നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതെല്ലാം തന്നെ ഈ ബ്രഹ്മത്തിൻ്റെ, ഈ ലിംഗത്തിൻ്റെ പ്രതിരൂപമാണ്, ചിഹ്നമാണ്. ഐ ഹാവ് നോൺ ബോത്ത് ഗുഡ് ആൻഡ് ഇൽ, sin and virtue, justice and injustice. I have gone through the heaven and hell, joy and sorrow, death and birth. I have passed judgment and being judged myself, and in the end I recognized that I am part of everything, that everything is part of me. അപ്പോൾ എല്ലാറ്റിൻ്റെയും ഭാഗമാണ് ഞാൻ, എല്ലാം എൻ്റെ തന്നെ ഭാഗമാണ്. അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സാധന പദ്ധതിയാണ് റേക്കിയിലൂടെ വിഭാവന ചെയ്യുന്നത്. അപ്പോൾ ഹൃദയമാകുന്ന താമരയിൽ നിങ്ങൾക്ക് ഒരു പ്രവർത്തന കേന്ദ്രം സമ്മാനിക്കുന്ന റേക്കി ഒരിക്കൽ അതൊരു സമ്മാനമായിട്ട് മാറും. അപ്പോൾ ഹൃദയകേന്ദ്രത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നാഭി കേന്ദ്രത്തിലേക്ക് ഇറങ്ങി വരിക എളുപ്പമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതത്രയും വിശദീകരിച്ചത് പറയുന്നതിൻ്റെ കാരണം ഈ തലയെക്കുറിച്ച് മാത്രമുള്ള ബോധം നമ്മൾ മറന്നു കഴിഞ്ഞാൽ, ഹൃദയത്തിൽ പഞ്ചേന്ദ്രിയങ്ങളെ ഏകീകരിച്ചു കഴിഞ്ഞാൽ
പിന്നീട് നിങ്ങൾക്ക് നാഭിയിലേക്ക് എത്തുന്നതിന് വളരെ എളുപ്പമാണ് കുണ്ടലിനി ഉണർത്താൻ എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ എളുപ്പമാണ്. വാസ്തവത്തിൽ ഈ സൂത്രം ഇതിനെക്കുറിച്ച് പരാമർശിക്കുക പോലും ചെയ്യുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ഹൃദയത്തിൽ പൂർണ്ണമായും ആഗീകരണം ചെയ്യപ്പെടുകയും യുക്തിചിന്തയുടെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്താൽ പിന്നെ നിങ്ങൾ താഴോട്ട് പെട്ടെന്ന് നിബദിക്കും. ഹൃദയത്തിൽ നിന്ന് വാതിൽ തുറക്കുന്നത് നാഭിയുടെ നേർക്കാണ്. ശിരസിൽ നിന്ന് നാഭിക്ക് നേരെ പോകാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടിനുമിടയ്ക്ക് ശിരസിനും ഹൃദയത്തിനുമിടയിൽ ആണെങ്കിലും നാഭിയിലേക്ക് പോവുക പ്രയാസമാണ്. ഒരിക്കൽ നാഭിയിൽ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഹൃദയത്തിനപ്പുറത്തേക്ക് പതിച്ചു കഴിഞ്ഞു. നിങ്ങൾ നിബന്ധിച്ചിരിക്കുന്നത് എല്ലാറ്റിനും ആധാരവും അടിസ്ഥാനവുമായ നാഭി കേന്ദ്രമായ കുണ്ടലിനിയിലേക്കാണ്. കുണ്ടലിനി ശക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് രോഗപ്രതിരോധ ശക്തി ഉണ്ടാവുകയുള്ളൂ. കുണ്ടലിനി ഉണർന്ന് ആണ് എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുന്നത്. മരുന്നിന് പ്രത്യേകിച്ച് ഒരു കഴിവുകളോ ഒന്നും തന്നെ ഇല്ല. മരുന്ന് കഴിക്കുമ്പോഴും ഈ നട്ടെല്ലിലെ ഏറ്റവും കീഴറ്റത്തുള്ള കുണ്ടലിനി എന്ന് പറയുന്ന, അതായത് കോയിലിംഗ് പവർ ആക്ടിവൈസ് ചെയ്യുമ്പോൾ ആണ് ആ രോഗം നമുക്ക് മാറിയതായി അനുഭവപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഹൃദയോന്മുഖമായൊരു വ്യക്തിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ മാർഗം നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും. എന്നാൽ എല്ലാവരും താൻ ഹൃദയത്തിന് നേരെ തിരിഞ്ഞിരിക്കുന്നു എന്ന് ഭാവിച്ച് സ്വയം വഞ്ചിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. എല്ലാവരും താൻ ഒരു സ്നേഹസമ്പന്നനാണെന്നും വികാരജീവിയാണെന്നും തോന്നിക്കാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ. കാരണം സ്നേഹം അങ്ങേയറ്റത്തെ ഒരാവശ്യമാകൊണ്ട് തന്നിൽ സ്നേഹമില്ലെന്നറിയുമ്പോൾ, സ്നേഹിക്കുന്ന ഹൃദയമില്ലെന്നറിയുമ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കിയെടുക്കും. അത് സ്ട്രെസ് കൂട്ടും. അതുകൊണ്ട് ഓരോ ആളും ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും വിശ്വാസം മാത്രം പോരാ, പക്ഷഭേദമില്ലാതെ നിരീക്ഷിക്കുക. നിങ്ങൾ വേറെ ആരെയോ നിരീക്ഷിക്കുന്നത് പോലെ. കാരണം സ്വയം വഞ്ചിക്കേണ്ട ആവശ്യമില്ലെന്നും അത് പ്രയോജനപ്പെടുന്നില്ലെന്നും തന്നെ. നിങ്ങൾ സ്വയം വഞ്ചിച്ചാൽ തന്നെ ധ്യാനരീതിയെ വഞ്ചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തലയിൽ നിന്ന് നിങ്ങൾ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരിക. പഞ്ചേന്ദ്രിയങ്ങളായിട്ടുള്ള ആ ചെവി, നാവ്, ത്വക്ക്, മൂക്ക്, കണ്ണ് ഇവ ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നിങ്ങൾ റേക്കി പരിശീലിക്കുക. തീർച്ചയായിട്ടും ഫലശ്രുതി ഉണ്ടാകുന്നതാണ്. താങ്ക് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് റേക്കി.